അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈദ് മേക്കപ്പ് ലുക്കിൻ്റെ ആണ്. സോ നമുക്ക് ഒട്ടും ടൈം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം തന്നെ മോയ്സ്ചറൈസറാണ് ഡോക്ടർ ഷത്തിൻ്റെ ഇട്ട് കൊടുക്കുന്നത്. ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതും നെക്കിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും പിശുക്കാതെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ പ്രൈമർ ഡാസ്ലറിൻ്റെ ആണ്. പോസ് ഉള്ള ഏരിയയിൽ മാത്രം നല്ലോണം പ്രൈമർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ CC ക്രീം ഉപയോഗിച്ചിട്ട് ഡാർക്ക് സ്പോട്ടുള്ള ഏരിയയിൽ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്ത് കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷൻ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവൻലി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അവിടെ ഇവിടെ ഇരിക്കുന്ന പോലെ ആവരുത് കേട്ടോ. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എൻവൈബയുടെ സ്ട്രോബ് ക്രീമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കവളിലും മൂക്കിലും താടിയിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിടുമ്പോൾ തന്നെ നമുക്കൊരു പിങ്കിഷ് ഗ്ലോ കിട്ടും. അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ചാനലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റ് ആണ്, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഇവിടെ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്. അത് ഞാൻ ഇതേപോലെ മൂക്കിലും താടിയിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്, ബിക്കോസ് എനിക്ക് ഇതിനെ ചുമന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. സോ പിന്നെ ഞാൻ നെക്സ്റ്റ് ഇടുന്നത് പൗഡറാണ്. അത് ഞാൻ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത്, ഹിമാലയയുടെ. എനിക്ക് കോമ്പാക്ട് പൗഡർ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, ഞാൻ യൂസ് ചെയ്യാറില്ല. അത് ഞാൻ ഫേസിലും അതുപോലെ തന്നെ താടിയിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു പൗഡർ ബ്ലഷ്, മിസ് ക്ലെയറിൻ്റെ പൗഡർ ബ്ലഷ് യൂസ് ചെയ്തിട്ട് ബ്രഷും കൊണ്ടിട്ട് ഞാൻ ഇതുപോലെ മൂക്കിലും താടിയിലും എഗെയിൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഹൈലൈറ്ററിൻ്റെ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ മൂക്കിലും അതുപോലെ തന്നെ കവളത്ത് ഒരു ചെറിയൊരു ലൈറ്റായിട്ടൊരു ഗ്ലോ വരുന്ന രീതിയിൽ, ഓവറായിട്ടല്ല ലൈറ്റായിട്ടൊരു ഗ്ലോ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്ലാക്കും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും എടുത്തിട്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്പൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹുദ ബ്യൂട്ടിൻ്റെ ഡൂപ്പ് ഐ ഷാഡോ പാലറ്റാണ് ഗൈസ്. ഇത് കിഡിലനാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഇത് ഞാൻ ഓഫറിന് വാങ്ങിച്ചതാണ്. ലൈക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു, കോംബോ ഓഫർ ആയിരുന്നു. അതിന് എൻ്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള നല്ലൊരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഷെയ്ഡായിട്ട്, നല്ല പിഗ്മെൻറ്റഡ് ആണ്. നല്ല ഒട്ടും റേറ്റ് കൂടുതലൊന്നുമല്ല, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡൂപ്പ് സാധനം. കോംബോയിൽ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഒരു ആംഗിൾ ബ്രഷ് വെച്ചിട്ട് ഞാൻ മേളിൽ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് വിങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ താഴത്ത് എഴുതി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ എൻ്റെ ഐ മേക്കപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സെയിം ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ ഐബ്രോസും അതുപോലെ തന്നെ ഐസിൻ്റെ ഇന്നർ കോർണറും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാജൽ ഉപയോഗിച്ചിട്ട് ഞാൻ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും വലിയ വിങ്ങൊന്നുമല്ല, എനിക്ക് അവിടെ ഒരു മറുകുണ്ട്, അതുകൊണ്ട് വലിയ വിങ്ങായിട്ട് തോന്നാണ്. അപ്പോൾ ടൈറ്റ് ലൈൻ ചെയ്തതിന് ശേഷം ഞാൻ ലാഷ് കളർ ഉപയോഗിച്ച് ലാഷ് ഒന്ന് കേൾ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ മസ്കാര, മെബിലിൻ്റെ കൊളോസൽ മസ്കാര വാട്ടർ പ്രൂഫാണ്, കിടിലൻ സാധനമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോൾസ് ലാഷസ് വെക്കേണ്ട ആവശ്യമില്ല, അത്ര കിടിലൻ സാധനമാണ്. അങ്ങനെ കണ്ണിൻ്റെ ഉള്ള പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചുണ്ടിൽ പണിയാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അതിന് വേണ്ടി മാസിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ്, ഒരു ന്യൂഡ് ഷെയ്ഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് ലാക്മേയുടെ ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറയും. നല്ല കിടിലൻ ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇട്ട് കൊടുത്തു. അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നാണ് എൻ്റെ വിചാരം. പിന്നെ എന്തായാലും മുടി കെട്ടണം. മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അയച്ചിട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതേ കണ്ടില്ലേ, കുറച്ച് പട്ടിഷോ കാണിക്കും ഗൈസ്. സോ മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തത് അഗാരോയുടെ ഹെയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ഞാൻ വീഡിയോ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. കിടിലൻ സാധനമാണ്, നല്ല വോളിമൈസ് തരും നമ്മുടെ ഹെയറിന്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുടി കെട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ വാലൊക്കെ ഞാൻ പറിച്ചിടുന്നുണ്ട്. പിന്നെ അത് ഈ കമ്മൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കമ്മലാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം ലുക്ക് തന്നെ കിട്ടും. ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ മോതിരിട്ട് കൊടുത്തു, വാച്ച് ഇട്ട് കൊടുത്തു. പിന്നെ കഴിച്ചനൊക്കെ ഓൾറെഡി ഗോൾഡിനൊക്കെ ഞാൻ ഇട്ടത് തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഷോളൊക്കെ ഇട്ട് ഞാൻ ഗെറ്റ് റെഡിയായി ഗൈസ് ഫോർ ദ ഈദ്. നമ്മൾ ഗെറ്റ് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഈദ് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് പിന്നെ കാണാം. ബൈ.